അധികാരികൾ ഇതിന് ചെവി കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ശക്തമായ സമരങ്ങൾ നമ്മളെ അങ്ങാടിപ്പുറത്തുനിന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ നല്ല സമരങ്ങൾ, ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിക്കാനുള്ളത്. ഓവർടേക്ക് ചെയ്തുകൊണ്ട് റോങ് സൈഡ് കൂടി കയറുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കുക ഇത്യാദി കാര്യങ്ങൾ ഇപ്പൊ അടിയന്തരമായിട്ട് ചെയ്താലേ കുറച്ചൊക്കെ ഒരു പരിധി വരെ ബ്ലോക്ക് നിയന്ത്രിക്കാൻ കഴിയും. നമസ്കാരം. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം തേടിയാണ് നാളെ അങ്ങാടിപ്പുറം ഫെഡറൽ ബാങ്ക് പരിസരത്തു നിന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാമൂടിക്കെട്ടി പ്രതിഷേധ സമരം നടത്തുന്നത്. സമരത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മോടൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ ചേരുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വാമൂടിക്കെട്ടിയ ഒരു സമര രീതി പിന്തുടരും? ഒരുപാട് കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് നമ്മൾ അധികാരികൾ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ക്ഷേത്രങ്ങളുടെയും പൂരം എല്ലാം നടക്കുന്നത് നമ്മളെ അങ്ങാടിപ്പുറം ബ്ലോക്ക് തുടങ്ങിയിട്ട് ശരിക്കും ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് അങ്ങാടിപ്പുറം കംപ്ലീറ്റ് പോയിട്ടാണ്. ശരിക്കും നമ്മളെ ആയിഷ കോംപ്ലക്സിൻ്റെ അവിടെ നിന്ന് തൊട്ട് ഓരോടമ്പാലം വരെയും അത്രയും ബ്ലോക്കാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ സഞ്ചരിക്കാൻ പറ്റാത്ത അത്രയും ബ്ലോക്കായി കൊണ്ടിരിക്കുകയാണ്. അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക് വാഹനയാത്രികരെ വലയ്ക്കുമ്പോൾ കച്ചവടം പാടെ താളം തെറ്റിയ വ്യാപാരികളുടെ പ്രശ്നങ്ങളും ചർച്ചയാവുകയാണ്. വാഹനങ്ങൾ കുരുക്കിലിഴയുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആർക്കും പ്രവേശിക്കാനാവാത്ത സ്ഥിതിയാണ്. പല വ്യാപാരികളും നഷ്ടക്കണക്കുകൾ നിരത്തുമ്പോൾ വാടക പോലും കൊടുക്കാനാവാത്ത സ്ഥിതിയിലാണ് മറ്റു ചിലർ. ഗുരുവായൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഒരു കടയിൽ നിന്നും പർച്ചേസ് ചെയ്യാനാവാത്ത സ്ഥിതിയാണ്. ഇതും വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാണ്. അങ്ങാടിപ്പുറം ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ പലതും അരങ്ങേറിയെങ്കിലും അധികൃതരുടെ കണ്ണു തുറന്നിട്ടില്ല. ഒടുവിൽ കച്ചവടം താളം തെറ്റിയതോടെ വ്യാപാരികൾ തന്നെ സമരവുമായി രംഗത്തിറങ്ങുകയാണ്. രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഫെഡറൽ ബാങ്ക് പരിസരത്തു നിന്നും വായ മൂടിക്കെട്ടി പ്രതിഷേധിക്കുന്നത്. അധികാരികൾ തങ്ങളുടെ പ്രശ്നങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പ്രതിഷേധത്തിലൂടെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനായില്ലെങ്കിൽ വലിയ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സി ജബ്ബാർ പറഞ്ഞു. വ്യാപാരികൾ രാവിലെ വന്ന് കട തുറന്ന് വൈകുന്നേരം വരെ ഇരുന്നാൽ തന്നെ ഒരു 100 രൂപയുടെ കച്ചവടം പോലും ചെയ്യാതെ തിരിച്ചു പോകുന്ന വ്യാപാരികളുടെ ദയനീയ അവസ്ഥ. അവർ കടകൾ പൂട്ടിപ്പോകുന്നു, നമ്മൾ തൊഴിലാളികൾ ചുരുക്കുന്നു. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മളെ ഈ അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്, നമ്മളൊരു മൂടിക്കൊട്ടിക്കൊണ്ടൊരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധികാരികൾ ഇതിന് ചെവി കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ശക്തമായ സമരങ്ങൾ നമ്മളെ അങ്ങാടിപ്പുറത്തുനിന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ നല്ല സമരങ്ങൾ, ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിക്കാനുള്ളത്. ഗതാഗത കുരുക്ക് പരിഹരിക്കാനായി നിരവധി നിർദ്ദേശങ്ങൾ യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാറും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സക്കീർ ഹുസൈനും മുന്നോട്ട് വെച്ചു. റോട്ടുമേ വൺ സൈഡ് വൺ വേ ആക്കാനെന്നുള്ളതിൽ ആ പോലീസ് കുറച്ച് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അത് KVRന്റെ താഴെ വരെ കൊടുത്താലേ ഈ ഭാഗത്തുനിന്ന് എല്ലാ ട്രാഫിക് ബ്ലോക്ക് 4ഉം 5ഉം വരികളായിട്ട് ഒന്നിച്ച് കയറി പോവാണ്. അത് കാരണം പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് കോഴിക്കോട് വരുന്ന വാഹനങ്ങൾക്ക് കാലിക്കറ്റ് റോഡിൽ നിന്ന് പെരിന്തൽമണ്ണ പോകുന്ന വാഹനങ്ങൾ ബ്ലോക്കായി ഏറ്റവും കൂടുതൽ കൺജഷൻ വരുന്നത് അതാണ്. ആ സംഭവം ഒഴിവാക്കാൻ ആ ബാരിക്കേഡ് ഒന്നുകൂടി താഴത്തേക്ക് കൊണ്ടുവരിക. അതിൽ അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ നിർത്തുന്ന ബസ് എല്ലാ ബസ്സുകളും ബസ് സ്റ്റോപ്പിൽ നിൽക്കാതെ സംവിധാനം ട്രാഫിക് ഉദ്യോഗസ്ഥർ ക്ലിയർ ചെയ്യാം. വളാഞ്ചേരി കോട്ടക്കലിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ അവിടെ വൺ വേ വരുന്നതിന് തൊട്ട് കുറച്ചും കൂടി ബാക്കൊക്കെ നിർത്തിയാലേ അവിടെ വന്നിട്ട് ഓവർടേക്ക് ചെയ്തുകൊണ്ട് റോങ് സൈഡ് കൂടി കയറുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കുക ഇത്യാദി കാര്യങ്ങൾ ഇപ്പൊ അടിയന്തരമായിട്ട് ചെയ്താലേ കുറച്ചൊക്കെ ഒരു പരിധി വരെ ബ്ലോക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഗതാഗത കുരുക്കിനെതിരെ നിരവധി പ്രതിഷേധങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിറയുന്നത്. ജനങ്ങളെ ഏറെ വലയ്ക്കുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച വാമൂടിക്കെട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നതെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സി ജബ്ബാർ
യൂണിറ്റ് സെക്രട്ടറി പി അബ്ദുൽ ലത്തീഫ്, യൂണിറ്റ് ട്രഷറർ വി മുഹമ്മദ് അഷ്റഫ്, ജോയിന്റ് സെക്രട്ടറി ടി കെ സക്കീർ ഹുസൈൻ എന്നിവർ അറിയിച്ചു. വ്യാപാരികളുടെ പ്രതിഷേധത്തിലൂടെയെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കട്ടെ. വ്യാപാരികളുടെ വാമൂടിക്കെട്ടിയുള്ള സമരത്തിലൂടെ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റിന്റെ തീരുമാനം. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. Dubai Gold and Diamonds, Pride of Generations, Bypass Road, Perindalmanna.